മാട്ടുപ്പെട്ടി ഡാമിന്റെ സൈഡിലായുള്ള പുൽമേട്ടിൽ 3 ആനകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പാമ്പാടും ചോല നാഷണൽ പാർക്കിൽ നമ്മുടെ വാഹനത്തിന് മുന്നിലേക്ക് കാട്ടികൾ എത്തിയിരിക്കുന്നു. ലോറിയിൽ തടി കയറ്റുന്ന മനോഹരമായ കാഴ്ച സ്ട്രോബെറി ഫാമിൽ നിന്നും സ്ട്രോബെറി പറിച്ചു കൊണ്ടുവന്ന് നമുക്ക് തരുന്നു. വട്ടവടയിലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം, മൂന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി, ഇതെല്ലാം ആസ്വദിച്ചുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാവണ്ടിയിൽ നിന്നും. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ മൂന്നാറിനടുത്തുള്ള വട്ടവടയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. തട്ടുതട്ടായ കൃഷിയിടങ്ങളും പഴനിക്കുന്നുകളുടെ മനോഹാരിതയും വെള്ളച്ചാട്ടങ്ങളും പഴം പച്ചക്കറി കൃഷികളുമൊക്കെ കണ്ട് നമുക്കൊരുമിച്ച് വട്ടവടയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുവരാം. നിങ്ങളും കൂടുകയല്ലേ ഈ യാത്രയിൽ? യാത്രാവണ്ടിയോടൊപ്പം വരൂ, നമുക്കൊന്നിച്ചു പോകാം. എൻ്റെ സുഹൃത്ത് റഷീദ് അവിടെ ഫോട്ടോഷൂട്ടിലാണ്. കൂടെ വന്നിട്ടുള്ളവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമുക്ക് വട്ടവടയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. വട്ടവടയെക്കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി മറയൂരിനടുത്തും മൂന്നാറിൻ്റെ വടക്ക് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വട്ടവട. സമുദ്രനിരപ്പിൽ നിന്ന് 2695 മീറ്റർ ഉയരത്തിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. വട്ടവടയിലെ പൊതുവെയുള്ള ഒരു കാഴ്ചയാണ് ഇത്തരം പിക്കപ്പ് വാനുകളിൽ തടിയും കയറ്റിക്കൊണ്ടു പോകുന്നത്. ഈ കൊണ്ടുപോകുന്ന തടി മറ്റൊരു സ്ഥലത്ത് വെച്ച് വലിയ ലോറികളിലേക്ക് മാറ്റുന്നു. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വട്ടവടയിലെ പല ഭാഗങ്ങളിൽ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയും. സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ നമ്മളൊരു ചിലന്തിയാർ വാട്ടർഫാൾ ട്രക്കിങ്ങിന് പോയിരുന്നു. കൂര എന്ന ടെന്റ് ക്യാമ്പിലെ സ്റ്റേയുമായി ബന്ധപ്പെട്ടാണ് ആ ട്രക്കിംഗ് ഉള്ളത്. വളരെ മനോഹരമായ ഒരു ട്രക്കിംഗ് ആയിരുന്നു വാട്ടർഫാളിലേക്ക് പോയിട്ട് വന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ ഐക്കാർഡിലും കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് സവാരിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. ഇത്തരത്തിലുള്ള റോഡുകളാണ് നമുക്ക് വട്ടവടയിൽ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. നല്ല റോഡുകൾ കുറവാണ്. അപ്പോൾ ഇത്തരം റോഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജീപ്പ് സവാരി നടത്തുന്നവർക്ക് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഈ ജീപ്പ് സവാരി. അവർക്ക് ആളുകളെ കിട്ടും. ചെറിയ വാഹനങ്ങളിലൊക്കെ വരുന്നവരും വലിയ വാഹനങ്ങളിലൊക്കെ വരുന്നവരും ഇത്തരം ജീപ്പുകളെ ആശ്രയിച്ചാണ് വട്ടവട ചുറ്റിക്കറങ്ങി കാണുന്നത്. പിന്നെ റിസ്ക് എടുത്ത് ചില ആളുകളൊക്കെ സ്വന്തം വാഹനങ്ങളിലും വരുന്നുണ്ട്. ബൈക്കിൽ വരുന്നവർക്ക് പ്രശ്നമില്ല. അവർക്ക് വന്ന് സുഖമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കാണാം. ഇപ്പോൾ നമ്മൾ പഴത്തോട്ടം എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. വട്ടവടയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഭാഗത്ത് നിന്ന് വട്ടവടയുടെ താഴ്വാരങ്ങൾ കണ്ട് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ് ഈ പഴത്തോട്ടം വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ ധാരാളം ചെറിയ ചെറിയ കെട്ടിടങ്ങളും അതുപോലെ മൊബൈൽ ടവറാണെന്ന് തോന്നുന്നു, അതൊക്കെ ഇങ്ങനെ കാണാം. പിന്നെയും താഴേക്ക് പോകുമ്പോൾ തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളാണ് കാണുന്നത്. അങ്ങ് താഴെയായിട്ട് ചെറിയൊരു ഗ്രാമം പോലെയുള്ള ഭാഗം നമുക്ക് കാണാം. അവിടെ ധാരാളം വീടുകളും മറ്റും കാണുന്നുണ്ട്. ഏതായാലും മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ഈ പഴത്തോട്ടം വ്യൂ പോയിൻ്റ്. നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അല്പം വെയിലൊക്കെ ഉണ്ട്, എങ്കിലും ധാരാളം ആളുകൾ ഈ പഴത്തോട്ടം വ്യൂ പോയിൻ്റ് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ധാരാളം ജീപ്പുകളും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വട്ടവടയിൽ വരുന്നവർ ആദ്യം കാണേണ്ടുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ പഴത്തോട്ടം വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി കൃഷിയിടങ്ങളൊക്കെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് നമ്മുടേത്. പോകുന്ന വഴിക്കൊക്കെ ധാരാളം കൃഷിയിടങ്ങൾ നമുക്ക് റോഡ് സൈഡിലൊക്കെ ആയിട്ട് കാണാം. നമ്മുടെ കൂടെ വന്നവരുടെ മറ്റ് 2 ജീപ്പുകളാണ് ഈ പോകുന്നത്. അപ്പോൾ അവരുടെ പിന്നാലെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മലയുടെ മുകളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ കാണാം.
വെള്ളം നനയ്ക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലകളും താഴ്വാരങ്ങളും എല്ലാമായിട്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വട്ടവട. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ വീണ്ടും കുറച്ച് വീടുകളോ അതോ റിസോർട്ടോ ഒക്കെ ആണെന്ന് തോന്നുന്നു ആ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. ഇവിടെ താഴെ കൃഷിയിടമാണ്. ഒരു അമ്പലം നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം. പ്രത്യേകതരം അമ്പലമാണ്. ഒരു തമിഴ് സ്റ്റൈലാണ്. ഈ വട്ടവട ആകെ ഒരു തമിഴ് സ്റ്റൈലാണല്ലോ. ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട് നമുക്ക്. ഈ ഭാഗത്ത് കാണുന്നത് ഒരു റിസോർട്ടാണെന്നാണ് തോന്നുന്നത്. അത് ഒരു റിസോർട്ടാണ്. അതിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം റിസോർട്ടുകളും ചെറിയ ചെറിയ ടെൻറ്റ് സ്റ്റേകളും മഡ് സ്റ്റേകളും ഒക്കെ ഈ വട്ടവടയിൽ ധാരാളമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ ഇവിടെ വന്ന് തിരഞ്ഞെടുക്കാം. ഈ ഭാഗത്തായിട്ടൊരു ചർച്ച് കാണുന്നുണ്ട്. അങ്ങനെ അമ്പലങ്ങൾ, ചർച്ച് ഇതെല്ലാം വട്ടവടയുടെ ഒരു ഭാഗമാണ്. നമ്മൾ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങൾ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ്. ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും കുറച്ച് കാബേജുമായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി കാബേജൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. ഇവിടെ അടുത്ത് ക്യാരറ്റും മറ്റു പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ ലേറ്റായിട്ടാണല്ലോ എത്തിയത്. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ രാവിലെ വന്ന ടൂറിസ്റ്റുകൾ എല്ലാം ക്യാരറ്റുമൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കുറച്ച് കാബേജൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അവരുടെ കൃഷിത്തോട്ടം ഒന്ന് കണ്ടു. ഇതിനുള്ളിൽ കാബേജ്, അതുപോലെ ക്യാരറ്റ്, കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ കൃഷിയിടം അങ്ങനെ നേരെ മുകളിലോട്ട് കിടക്കുകയാണ് കൃഷിയിടം. അങ്ങ് ആ ടോപ്പിൽ വരെ, ആ മലയുടെ ആ ചരുവ് വരെ ഈ ഇവരുടെ കൃഷിയിടമാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് കാബേജൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ കാബേജൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇപ്പോഴും ഒരു സ്ട്രോബെറി ഫാമിലോട്ടാണ് പോകുന്നത്. വട്ടവടയിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രോബെറി ഫാമാണിത്. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഫാമാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നടന്നു പോകണം. ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു തടി കൊണ്ടൊക്കെയുള്ള ഒരു പാലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കടന്നു വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. അപ്പം നമ്മുടെ കൂടെ ഉള്ളവർ കുറച്ച് പേര് മുമ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ പുറകിലായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അവരെ ഒന്ന് കാണാം നമുക്ക്. പാലത്തിൽ കടന്നു വരാനായിട്ട് ഒരു കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം തടി കൊണ്ടുള്ള നിർമ്മിതിയാണ്. അപ്പോൾ എല്ലാവരും കടന്നു വന്ന് അകത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ സ്ട്രോബെറി ഫാമിന് അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ കയറി പോകുന്ന ഭാഗത്ത് കുറച്ച് കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. ആദ്യം 1-2 സ്ഥലങ്ങളിൽ നല്ലതുപോലെ കിളിച്ച് നിൽപ്പുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അത്ര ഒരു ഊർജ്ജമില്ലാത്ത രീതിയിലാണ് കാണുന്നത്. ഇതിനകത്ത് സ്ട്രോബെറിയൊക്കെ കിടപ്പുണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വാരം ഇങ്ങനെ കോരിയിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ പോളിത്തീൻ കവറ് ഷീറ്റ് വിരിച്ചിട്ട് അതിൽ കുഴികുത്തിയാണ് ഈ തൈകൾ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലുണ്ടാവുന്ന ഈ സ്ട്രോബെറി പഴങ്ങളൊന്നും മണ്ണിൽ മുട്ടിക്കിടക്കില്ല, ആ പോളിത്തീൻ ഷീറ്റിൽ കിടക്കും. അപ്പോൾ ഈ വിളവെടുക്കുന്നതിനൊക്കെ സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു കൃഷിയാണ് ഇവിടെ കാണുന്നത്. അവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് സ്ട്രോബെറി പറിച്ച് അവർ വിൽക്കുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയമാണ് വന്നിരിക്കുന്നത്. രാവിലെ ഉള്ള പഴമൊക്കെ രാവിലെ തീർന്നു. സ്ട്രോബെറിയൊക്കെ രാവിലെ വിളവെടുത്തതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്തു, ഒരു 2-3 പേർക്കുള്ളത് തരാൻ പറ്റുമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജോലിക്കാർ അവരുടെ മാനേജറെ വിളിച്ച് ചോദിച്ചതിന് ശേഷം നമുക്ക് 1-2 പേർക്ക് തരാമെന്ന് പറഞ്ഞു. ഉള്ളത് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ സ്റ്റാഫാണ് ആ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല.
നമുക്ക് അതിന് തൊട്ട് മുമ്പ് ഇവർ ആ സ്ട്രോബെറി വിൽക്കുന്ന ഭാഗത്ത് മാത്രം നിൽക്കാം, ഉള്ളിലോട്ട് കടക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടിയുള്ള സ്ട്രോബെറിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ, ഈ സ്ട്രോബെറി കൃഷിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സ്ട്രോബെറിയാണ് കാണുന്നത്. ഒരു പാക്കറ്റ് 250 ഗ്രാമാണ് നമുക്ക് തരുന്നത്. ഇവിടുത്തെ സ്ട്രോബെറിയുടെ മോലാളി ഇവിടെ ഇതിനകത്ത് കയറി ഇരിക്കുക. എല്ലാം കിട്ടുമോ മോലാളി? ഒരു കൊട്ട പറിച്ച് വെച്ചതാ, അതേ കണ്ടില്ലയോ? ഒരു കൊട്ട വേസ്റ്റ് അല്ലെന്നേ, ഇത് അവര് നോക്കുമ്പോ ഇതൊരു കൊട്ടയായിട്ട് കാണും. നമ്മളിത് വേസ്റ്റ് ആയിട്ട് കാണുന്നേ ഉള്ളൂ. ചേച്ചി കൊണ്ടുവരുന്നുണ്ട്. പോരാട്ടങ്ങൾ ഭരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ചേച്ചി ചെറിയ ഒരാകുമ്പോൾ കൊടുത്തു വിട്ട വിഷമമാകുന്നു. ചേട്ടൻ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഒളിച്ചങ്ങ് വെച്ചാൽ മതി, എല്ലാവരും എടുത്ത് കാണിച്ചു. ഇത് ഡാമേജ് ആയില്ലേ? ஹலோ ஹலோ தம்பி பழம் கேட்டாங்கயா, தூக்கம் கேச்சு. ஓகே கரெக்ட். 4 பாக்ஸ் தம்பி கொடுத்துருக்கு. இது 4 பாக்ஸ்யா? கவர் தராது, எழுதலாம் மறந்துடுவோம். அங்கே போய் நின்று கூப்பிட்டா. അപ്പോൾ സ്ട്രോബെറി ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത പോയിൻ്റായിട്ടുള്ള വട്ടവട സിൽവർ വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുകയാണ്. വാട്ടർഫാൾസിലേക്ക് പോകേണ്ടുന്നത് ഇതിലെ താഴേക്ക് ഇറങ്ങി വേണം. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ കുറച്ച് പേര് മുമ്പ് നടന്നു പോയി, നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഈ ഭാഗത്ത് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലെ താഴെ ഇറങ്ങി ഒരു തോടിൻ്റെ കൈവരിയിലൂടെ വേണം നമുക്ക് മുന്നോട്ട് നടന്നു പോകാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇതല്ല, വാ. ഇവിടെ ഇപ്പോൾ ഈ വട്ടവട ചുറ്റിക്കാണാനായിട്ട് നമ്മൾ ജീപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ എത്രയും വേഗം നമ്മളെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ച് തിരിച്ചു കൊണ്ടുവിടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. നമുക്ക് സമാധാനപരമായിട്ട് എല്ലാ സ്ഥലങ്ങളും കാണണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ അവരോട് പറഞ്ഞ് അതിന് തക്കിയ റേറ്റൊക്കെ കൊടുത്ത് വന്നാൽ അവർ അങ്ങനെ കൊണ്ടുപോകും. അല്ലെങ്കിൽ റേറ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന സമയം കുറവായിരിക്കും.
അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് ഈ ചെറിയ ഈ വഴിയിലൂടെ വേണം നമുക്ക് ഈ വാട്ടർഫാൾസിലേക്ക് പോകാൻ. കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാനുള്ള സൗകര്യമേ ഈ ഭാഗത്തൊക്കെ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴെ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വഴി മാത്രമാണുള്ളത്. അപ്പോൾ മുമ്പിലായിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം കാണാം. അപ്പോൾ ഇനി അതിനടുത്തേക്ക് പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ചയൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ട് ധാരാളം ആളുകൾ ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം സന്ദർശകർ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ വാട്ടർഫാൾസ്. ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്, ഒരുപാട് വെള്ളമില്ല. എന്നിരുന്നാലും അത്യാവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഒരുപാട് വെള്ളം ഉള്ളപ്പോൾ ഈ തോട് കവിഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരം വീഡിയോ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നവരെല്ലാം ഇവിടെ വെള്ളച്ചാട്ടം ആസ്വദിക്കുകയാണ്. ഇവിടെ കുളിക്കാൻ പാടില്ലെന്ന് നമ്മൾ മുമ്പൊരു ബോർഡ് കണ്ടിരുന്നു. ഈ വാട്ടർഫാൾസിൽ ഇറങ്ങി കുളിക്കാൻ പാടില്ലെന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മനോഹരമായ സിൽവർ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇനിയുള്ളത് ഹണി മ്യൂസിയമാണ്. അപ്പോൾ ഹണി മ്യൂസിയത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ചെറിയ കടികളും ചായയൊക്കെ കിട്ടും. അവിടെ നിന്നൊക്കെ കഴിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോഴും ധാരാളം സഞ്ചാരികൾ വൈകുന്നേരമായിട്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ കറങ്ങുന്നുണ്ട്. നമ്മുടെ ജീപ്പിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹണി മ്യൂസിയത്തിലേക്ക്. വീണ്ടും അതേ കാഴ്ച, ലോറിയിൽ തടി കയറ്റുന്ന കാഴ്ച നമ്മൾ വീണ്ടും കാണുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹണി മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകളൊക്കെ എന്ന് ഉള്ളത് നോക്കി നമുക്കിതിൻ്റെ പുറകിലായിട്ട് ഒരു സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഇറങ്ങി നമുക്ക് കാണാം. ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. ഐ ലവ് വട്ടവട എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വട്ടവട ഹണി മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് ആണിത്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറണം. നമ്മളതിന് ഉള്ളിലേക്ക് കയറിയില്ല. നമ്മൾ പുറകിലെ ആ സ്ട്രോബെറി ഫാമൊക്കെ ഒന്ന് കണ്ടു. നമ്മൾ മുമ്പ് പോയ ഫാമിൻ്റെ അത്രയും വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ഫാമാണ്. അപ്പോൾ അതിനകത്തും ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിക്കാം. സ്ട്രോബെറി ജാം, അതുപോലെ പാഷൻ ഫ്രൂട്ട് ജാം, വൈൻ തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സ്ട്രോബെറി വൈൻ. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ വൈനൊക്കെ രുചിച്ച് നോക്കുന്നുണ്ട്, ജാം രുചിച്ച് നോക്കുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ മടങ്ങുകയാണ്. കുറച്ച് ജാമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിക്കുകയാണ്. നമുക്ക് നേരം സന്ധ്യയായി തുടങ്ങുന്നു. നമുക്ക് 6 മണിക്ക് മുമ്പ് തന്നെ ഈ പാമ്പാടും ചോല നാഷണൽ പാർക്കിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്ന് നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം പെട്ടെന്ന് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതിലെ പഴത്തോട്ടം വ്യൂ പോയിൻ്റ് വളരെ മനോഹരമായിരുന്നു.
സ്ട്രോബെറി ഫാം, വ്യത്യസ്തമായ ഒരു സ്ട്രോബെറി ഫാം നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് പാമ്പാടും ചോല നാഷണൽ പാർക്കിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ നമ്മുടെ വാഹനത്തിന് മുന്നിലേക്ക് ഒരു കാട്ടിയുടെ കൂട്ടമാണ് വന്നിട്ടുള്ളത്. റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വാഹനങ്ങൾ നിർത്താൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ സ്ലോ ചെയ്ത് മുന്നോട്ട് പോയി. മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും 2 കാട്ടി കൂടി കടന്നു വരികയാണ്. കാട്ടിയും കാട്ടുപോത്തും ഒരു തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ കാട്ടിയെന്ന് വിളിക്കാം, കാട്ടുപോത്തെന്ന് വിളിക്കാം. കാട്ടുപോത്ത് നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ മൂന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇതാ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ സൈഡിലുള്ള പുൽമേട്ടിൽ 3 ആനകൾ. നമ്മൾ വട്ടവടയിലേക്ക് പോയ സമയത്ത് ഒരാനയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ 3 ആനയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിർത്തി ഈ ആനയുടെ വിഷ്വൽസൊക്കെ പകർത്തി നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട. ചാനലിൽ ആദ്യമായിട്ടെത്തിയ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടുക. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.